ഇവൾക്ക് കാര്യങ്ങൾ അത്ര പിടികിട്ടിട്ടില്ല. എല്ലാം കണ്ടോട്ടെ, തിരിഞ്ഞു നോക്കാതെ തുഴഞ്ഞു വിട്ടോളും. ബൈക്ക് കടവിലുണ്ട്, എല്ലാം കണ്ടു കഴിയുമ്പോ കൊണ്ടുവിട്ടേര്. ഹായ്, നല്ല പഞ്ഞി പോലെ ഉണ്ട് ചേച്ചിയുടെ കൈ. അപ്പാ ഹായ്, ജോയ്സിയുടെ മുന്തിരിപ്പാടത്തിൽ സിമിയെ പോലെ തന്നെ ഉണ്ട് ചേച്ചി. ബിജുക്കുട്ടൻ ഈ കുട്ടിയെ കോളേജിൽ പോയി കണ്ടതാ. നമ്മുടെ വാസുവിനെ ഉമ്മ വെക്കണത് ടിവിയിൽ കണ്ട കുട്ടിയാ. എന്തൊരു നിറമാ. പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലേ വാസു? അവളെ കൊണ്ടുവന്നല്ലേ, വേറെ എന്തെങ്കിലും പറഞ്ഞാ പോരായിരുന്നോ? അവള് നമ്മുടെ ചുറ്റുപാടൊക്കെ കോളേജ് പാട്ടാക്കില്ലേ? അവൾ ഇവിടുത്തെ കാര്യം പാട്ടല്ല കൂട്ടപ്പാട്ടാക്കിയാലും കുഴപ്പമില്ല കുട്ടനാ. ഇന്നിതാ കല്യാണാലോചനയായിട്ട് വന്നിരിക്കുന്നേ. കല്യാണക്കാര്യം വീട്ടിൽ പറഞ്ഞു. കൊള്ളാലോ കൊച്ച്, കോളേജിലേക്ക് 19 മൈൽ ദൂരമില്ലേ? ഇനി അവളെ തിരിച്ചുകൊണ്ടാക്കണ്ടേ? ഏയ്, അതിന്റെ ആവശ്യം കാണൂല. കാമുകന്റെ സാമ്രാജ്യം കണ്ടിട്ട് ഒറ്റച്ചാട്ടത്തിന് അവൾ കായൽ കിടക്കും. ആഹാ, എവിടെയാണ് കൊച്ചേ നിന്റെ വീട്? തലശ്ശേരിയിലാ. വീട്ടിലെല്ലാരും അമേരിക്കയിലാ. അമേരിക്കയിലോ? അവിടെ എല്ലാരും കോൺഗ്രസ്സുകാരല്ലേ? ഞാൻ ഇവരുടെ കോളേജിൽ ചെന്നപ്പോ നീ കോൺഗ്രസ് ആണെന്ന് ഞാൻ പറഞ്ഞടി സാറല്ലേ. ഞങ്ങള് പാരമ്പര്യമായിട്ട് അല്പം കോൺഗ്രസ്. നിനക്കൊന്നും അത് ഇഷ്ടമല്ലല്ലോ. വാസവണ്ണൻ എനിക്കുണ്ടാക്കി തന്ന വീണയത് ഒരു പാട്ടും പഠിപ്പിച്ചിട്ടുണ്ട്. എടാ കുട്ടാ, ഈ കൊച്ചിനൊരു കരി കടത്തി കൊടുക്ക്. അയ്യോ, ഞാനതൊക്കെ മറന്നു. ഇപ്പൊ ശരിയാക്കാം. വാ, കരിക്ക് പിരിച്ചു. അണ്ണാ, ആ കോയിപ്പറമ്പുകാർ പുതിയ ഹോസ്പിറ്റൽ ഇറങ്ങി, നമ്മളോട് പറഞ്ഞില്ല. എടാ ചങ്കേ, ഈ വേമ്പനാട്ടുകാരിൽ ഒരു ഓൾ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഈ വാടാ കോളനി വന്ന് അനുവാദം വാങ്ങണം. കോയിപ്പറമ്പുകാരല്ല, ഏത് മുറിക്കിന്റെ പോലായാലും വാടക്കാരോട് കളിച്ച ചവിട്ടി ചെളി താത്തണം. മനസ്സിലായോടാ നിനക്കൊക്കെ? ആ ബോട്ടൊക്കെ മുക്കിയത്. ഓ, നീ എന്ന് കാണിച്ചതൊക്കെ ടിവിയിൽ ഞാൻ കണ്ടു. കാശുള്ള വീട്ടിലെ പിള്ളേർക്ക് ഇതൊരു രസമായിരിക്കും. ആ രസം ഞങ്ങൾക്ക് പിടിക്കൂല. പിന്നെ എന്റെ കൊച്ചിന്റെ മനസ്സിളക്കിയാൽ നിന്റെ കുടുംബം ഞാൻ കലക്കും. അച്ഛാ, പ്രേമിക്കുന്ന ഹൃദയങ്ങളെ ഭീഷണിയുടെ തടവറയിൽ അടച്ചു പൂട്ടാമെന്ന് അച്ഛൻ വ്യാമോഹിക്കണ്ട. നിന്നെ ഓടി വിടുന്നു. ആശാലത്ത് പറയുന്ന ഡയലോഗാ അത്. നോവൽ ഡയലോഗ് തട്ടിവിട്ടാ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ ഡയലോഗ് അടിച്ച് അണ്ണമ്മർ ചെവിക്ക് പിടിക്കും. രേവതിയുടെ അച്ഛനെ കണ്ടിട്ട് എനിക്ക് പേടിയായി. എന്തിനാ പേടി? സ്നേഹം കൊണ്ടാ അതൊക്കെ. എന്റെ അച്ഛനും വാസുവിന്റെ അച്ഛനും വലിയ കൂട്ടുകാരായിരുന്നു. ആണോ? വാസുവിന് അമ്മയില്ല, സൂക്ഷിച്ചിട്ടോ. നിങ്ങളുടെ കോളേജിൽ പഠിക്കാൻ കുറെ കാശ് വേണ്ടേ? ചങ്കും മറ്റു അണ്ണന്മാരും കൊട്ടേഷനൊക്കെ പോയി കിട്ടുന്ന കാശ് അണ്ണന് പഠിക്കാൻ കൊടുക്കും. കോളേജിൽ നിന്ന് വന്ന് ബോട്ട് പണി ചെയ്യും. അവധി ദിവസം ഹൗസ് ബോട്ട് ഓടിക്കാൻ പോകും. കൊട്ടേഷനൊന്നും വാസുവണ്ണ കൊണ്ടുപോകില്ല. ഈ കനാലിന്റെ പേര് വാടാ കനാലെന്നാ. ഇതിന്റെ കരയിലായതുകൊണ്ട് ഞങ്ങളുടെ നല്ല പേര് വീണത്. കായൽ രാജാക്കന്മാരുടെ പടയാളികളായിരുന്നു ഞങ്ങളുടെ അപ്പനപ്പന്മാര്. രാജഭരണമൊക്കെ പോയില്ലേ, അതോടെ ഞങ്ങളൊക്കെ നല്ല പോക്കരികളായി. ഒരിക്കൽ ഒരു എസ് ഐ വന്ന്, എന്തായിരുന്നു ബിജുവിന്റെ പേര്? പവിത്രൻ. അവനെ കഴുത്തൊപ്പം വെള്ളത്തിൽ ഒരു ദിവസം മുഴുവൻ വാസുകുട്ടന്റെ അപ്പൻ ദാമോദരൻ കെട്ടിയിട്ട് ഭയങ്കര കില്ലാടിയല്ലായിരുന്നു. പിന്നെ വെട്ടിയവനെ തട്ടിട്ടല്ലേ ദാമോദരൻ ചത്തത്. പിന്നെ വാടാ രവിയണ്ണൻ ഒറ്റക്കാലനാ. പുള്ളിക്കാരനാ ഇപ്പോഴത്തെ രാശാവും. പുള്ളി വാസുവിനെ പാട്ട് പഠിപ്പിക്കാൻ നടക്ക. പാട്ട് പഠിച്ചിട്ട് എന്തിനാ? പാടുന്ന ഗുണ്ടാവാ. വെട്ടം കുത്തും കാണുന്ന അല്ലേലും ഈ അണ്ണന് ഇഷ്ടം. കഴിഞ്ഞ ദിവസം ബോട്ടിൽ കയറി എന്തൊരു കച്ചറയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാടി? വാടാ കോളനിലെ കുട്ടനാണെന്ന് പറഞ്ഞിട്ടും ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? അവനെ പിടിച്ചങ്ങ് വെള്ളത്തിൽ തള്ളി. ഞാനത് ചെയ്തില്ലെങ്കിലേ ഇവിടത്തെ പിള്ളേർക്കാണ് നാണക്കേട്, അറിയാവോ? അപ്പൊ അത് ശരി, നിങ്ങൾ തമ്മിൽ ഒറിജിനാലിറ്റി പ്രേമമായിരുന്നല്ലേ? പ്രേമവും കുമ്പൊന്നല്ല, ഒന്ന് പോടാ.
നീ പോയില്ലേ? എന്നെ കൊണ്ടുപോകുന്നില്ലേ? ഞാൻ ഇനി പോകുന്നില്ല. ആഹാ, എന്നാ പിന്നെ ഞാൻ പോവാം. അയ്യോ നിങ്ങൾ പോകണ്ട, നിങ്ങൾ രണ്ടിനും ഇവിടെ ഇരിക്കും, ഞങ്ങള് പോകാം. ഡാ, ഓവറാക്കല്ലേ? നിന്റെ അണ്ണൻ എന്നെ ഇഷ്ടമല്ല. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. ഞങ്ങളുടെ സാഹചര്യത്തിന് ഇണങ്ങുന്ന പെണ്ണല്ല ചേച്ചി, അതുകൊണ്ടാ അണ്ണൻ ഇങ്ങനെയൊക്കെ. ഞാൻ കപ്പയും കക്കയും കഴിച്ചില്ലേ? ഈ നേരം അത്രയും നിങ്ങൾ ഒരാളായിരുന്നില്ലേ ഞാൻ? വേറെ എന്ത് സാഹചര്യം രേവതി? ചേച്ചി കറക്റ്റ്. ജെസി വാഗമണ്ണിലെ നിലാസുന്ദരിയില് നിലീന പറയുന്ന അതേ ഡയലോഗ്. അതെ അതെ അതെ, ചെമ്മീനില് സുരേഷ് ഗോപി പറഞ്ഞ അതേ ഡയലോഗ്. എന്നാ ശരി. നിനക്ക് മിസ്സായ അമ്പലം ഇത്. അത് ചുവന്ന അമ്പലം.